ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സിമ്പിളായിട്ടുള്ളൊരു പൊറോട്ടേൻ്റെ റെസിപ്പി ആയിട്ടോ കാണിക്കണേ. അതിനായിട്ട് 1/2 കിലോ മൈദമാവ്, ഒരു മുട്ട, ഒരു കപ്പ് ചോറ്. ഈ ചോറ് നമുക്ക് പാകത്തിന് ഉപ്പും ചേർത്ത്, ഈ മൈദമാവിക്ക് ആവശ്യമായ ഉപ്പും ചേർത്തിട്ട് ഈ മുട്ടയും കൂട്ടിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. നമ്മളെ ചോറ് മുട്ടയും അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഈ മൈദമാവിക്ക് വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. കുഴക്കുമ്പോൾ കഴിയുമ്പോൾ അത് ഒട്ടുന്നുണ്ടെങ്കിൽ ലേശം ഓയിൽ തടവി കൊടുക്കുക കേട്ടോ. ഇതുകൊണ്ട് വെള്ളം പോരാന്നുണ്ടെങ്കിൽ സാധാ വെള്ളം കൂട്ടിയിട്ട് വീണ്ടും കുഴച്ചെടുക്കാവുന്നതാണ്. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. വളരെ നല്ല റെസിപ്പി. ചപ്പാത്തി ചൂടുന്ന സമയം മതി നമുക്കത് ചൂടാം. ചോറ് മുട്ട അരച്ച് ചേർത്തുകൊണ്ട് പെട്ടെന്ന് സോഫ്റ്റായി കിട്ടുന്നുണ്ട്. ചപ്പാത്തീൻ്റെ അത്ര തന്നെ പണിയുള്ളൂ. കുഴക്കലൊന്നും വല്ലാതെ വേണ്ട, കാരണം ചോറായിട്ടുള്ളതുകൊണ്ട് എളുപ്പം സോഫ്റ്റായി കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ചിലപ്പോൾ നമുക്കൊക്കെ അറിയണ തന്നെ ആവും. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണേ. ഇനി നമുക്ക് കൈ കൊണ്ട് നല്ലോണം കുഴച്ചെടുക്കാം. ലേശം ഓയിൽ ഒഴിച്ചൊന്ന് കുഴച്ചിട്ട്, കുറച്ച് മതി കേട്ടോ. ഒന്ന് ആയിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്നുകൊണ്ട് കുഴച്ചിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മളെ കുഴക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു 10 മിനിറ്റ്. അപ്പം നമ്മളെ മാവ് 10 മിനിറ്റ് ആയിട്ട് നോക്കാട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. നമ്മളെ പൊറോട്ടയ്ക്കുള്ള പരത്തൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലേശം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ലേശം മൈദപ്പൊടി അതിൻ്റെ മേലെ ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇനി ലെയറാക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ പൊറോട്ട പരത്താണ് കേട്ടോ. അങ്ങനെ പരത്തിയാൽ മതി.
ചപ്പാത്തി പ്രസ്സിൽ നല്ല എണ്ണ വരട്ടിയിട്ട് പത്തിരി പ്രസ്സിലൊന്ന് അമർത്തിയാൽ മതി. ഞാൻ അങ്ങനെ കാണിച്ചേ. പൊറോട്ട നമുക്ക് ദോശക്കല്ലിൽ ചൂടാട്ടോ. പൊറോട്ട മറിച്ചിടുക കേട്ടോ. ഇവിടെ മറിച്ചിടാം. കണ്ടോ ലെയർ വരുന്നുണ്ടോ? ഇത് നമുക്ക് അടിച്ചെടുക്കാം. ഒന്ന് ചൂടാറട്ടെ. എണ്ണയൊന്നും അധികം ഒഴിച്ചിട്ടില്ല. നമുക്കിത് അടിച്ചെടുക്കാം കേട്ടോ. ലെയറൊക്കെ കണ്ടില്ല എല്ലാവരും? നല്ല പൊറോട്ടയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പം നമുക്ക് പൊറോട്ട കഴിക്കാം. പൊറോട്ടയ്ക്ക് നമ്മൾ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്യണം. കമൻറ്റ് അറിയിക്കണേ. ബൈ.